അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, കർത്താവ് വലങ്കരമുയർത്തി എപ്പോഴും സദാ നേരവും നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, അഭിഷേകം അയക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങൾ 28-27 ദരിദ്രന് ദാനം നൽകുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. നമ്മൾ ഗിഫ്റ്റുകൾ സന്തോഷത്തോടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ആർക്കാണ്? ഒന്ന്, നമ്മുടെയൊക്കെ കുടുംബത്തോട് സമാനമായ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവര്, എനിക്ക് പണ്ട് സമ്മാനം തന്നവര്, എനിക്ക് ഒരു പക്ഷേ നല്ല ബന്ധമുണ്ട് അവരോടെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എനിക്കൊരു വിലയും നിലയും ഞാൻ തന്നെ കൽപ്പിച്ചു നൽകുന്നവർക്കാണ് ഞാൻ സമ്മാനം കൊടുക്കുക. സ്നേഹിക്കുന്നവർക്ക്, സമാനമായ നിലപാടുള്ളവർക്കൊക്കെ കൊടുക്കും. പക്ഷെ ദരിദ്രന് ദാനം നീ ചെയ്താൽ ക്ഷാമത്തിന്റെ ദുർസ്ഥിതി, ദുർഘടങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നൊരു പ്രോമിസ്. ആ പ്രോമിസ് മനുഷ്യരിൽ നിന്നല്ല, ദൈവനിവേശിതമാണ്. അങ്ങനെ ചുറ്റുമുള്ള തൊട്ടടുത്തത് താമസിക്കുന്നവർ മാത്രമല്ല, എങ്ങോ ദൂരങ്ങളിൽ കഴിയുന്ന ദരിദ്രന്റെ ദുർസ്ഥിതിയോട് എൻ്റെ മനസ്സ് പൊരുത്തപ്പെടണമെങ്കിൽ, ഈ ലോകത്തിൽ സമാധാനവും സന്തുഷ്ടിയും സമാനതയും എല്ലാം അനുഭവിക്കാനുള്ള അവൻ്റെ അർഹതയും ഞാൻ സംഭരിച്ചു വെക്കുമ്പോൾ ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കുള്ളതിൽ നിന്ന് ദരിദ്രന് ദാനം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ദൗർലഭ്യമുണ്ടാകില്ല. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും എനിക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം കുറവുള്ള ഇടങ്ങളിലേക്കാണ് ഞാൻ എൻ്റെ കൂടുതലുള്ളതിൽ നിന്ന് കൊടുത്തത്. ഈ ഒരു തത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അയൽപ്പക്കങ്ങളിലും അയൽ നാട്ടിലും ദാരിദ്ര്യമില്ല, ദരിദ്രരില്ല, ക്ഷാമങ്ങളില്ല. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.